നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒക്ടോബർ 4-നാക്കി. ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആർക്കാകും 25 കോടിയെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഭാഗ്യ അന്വേഷികൾ. 500 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് നിരവധി 22 കോടീശ്വരന്മാരെയാണ് കേരള ലോട്ടറി വകുപ്പ് സൃഷ്ടിക്കുക. ഒന്നാം സമ്മാനമായി 25 കോടി രൂപയ്ക്ക് പുറമെ രണ്ടാം സമ്മാനമായി 1 കോടി രൂപ 20 പേർക്കും ലഭിക്കും. എന്നാൽ ഈ സമ്മാനത്തുക പൂർണ്ണമായും വിജയിക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. 25 കോടി ലഭിക്കുന്ന ആളുടെയും 1 കോടി ലഭിക്കുന്ന ആളുടെയും കയ്യിൽ എത്ര കിട്ടുമെന്ന് നോക്കിയാലോ. ഓണം ബമ്പർ സമ്മാനത്തുകയിൽ നിന്ന് നികുതി ഇനത്തിലും കമ്മീഷൻ ഇനത്തിലും നിശ്ചിത തുക ഈടാക്കും. ഏജന്റ് കമ്മീഷൻ ഇനത്തിൽ ആകെ സമ്മാനത്തുകയുടെ 10% ഈടാക്കുക. അതായത് 25 കോടി സമ്മാനത്തിൽ നിന്ന് 2.5 കോടിയാണ് കമ്മീഷനായി ഏജന്റിന് ലഭിക്കുക, 2.5 കോടി. ബാക്കിയുള്ള 22 കോടി 50 ലക്ഷം രൂപയിൽ നിന്ന് TDS പിടിക്കും. കമ്മീഷൻ കഴിഞ്ഞ് ബാക്കി തുകയുടെ 30% TDS, അതായത് 6 കോടി 75 ലക്ഷം രൂപ TDS ഇനത്തിൽ പിടിക്കും. ബാക്കി തുകയായ 15 കോടി 75 ലക്ഷം രൂപയാണ് വിജയിക്ക് ലഭിക്കുക. 5 കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരാണെങ്കിൽ ആദായ നികുതിയിൽ 37% സർചാർജ് ഈടാക്കും. TDSനും സർചാർജിനും 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സുമുണ്ട്. ഇവർക്ക് 15 കോടി 75 ലക്ഷത്തിൽ നിന്ന് സെസ് ഉൾപ്പെടെയുള്ളവ കുറച്ചാൽ 12 കോടി 88,26,000 രൂപയാണ് കയ്യിൽ ലഭിക്കുക. രണ്ടാം സമ്മാനം 1 കോടി അടിച്ചാൽ എത്ര രൂപ കയ്യിൽ കിട്ടും? രണ്ടാം സമ്മാനമായി 1 കോടി രൂപ 20 പേർക്കാണ് ലഭിക്കുക. എന്നാൽ 1 കോടിയുടെ സമ്മാനം ലഭിച്ചാൽ 10% കമ്മീഷനായി ഏജന്റിന് ലഭിക്കുക. 10 ലക്ഷം രൂപ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ബാക്കി വരുന്നത് 90 ലക്ഷം രൂപ. ഇതിൽ നിന്ന് 30% TDS ഈടാക്കും. അതായത് 27 ലക്ഷം രൂപ കൂടി കുറയും. ബാക്കി 63 ലക്ഷം രൂപ. ഈ തുകയിൽ നിന്ന് സെസ് ഈടാക്കിയ ശേഷം 59,11,200 രൂപ ജേതാവിൻ്റെ കയ്യിൽ കിട്ടും. ഇതാണ് ലോട്ടറി, ഓണം ബമ്പർ ലോട്ടറിയുടെ സമ്മാനത്തിൻ്റെ കണക്ക്. ഭാഗ്യവാന്മാരെ, എല്ലാവർക്കും ആശംസകൾ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.